നമ്മൾ ഒരു ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ കാണുന്ന അബയോട്ടിക് ഫാക്ടേഴ്സ്. സോ ഈ അബയോട്ടിക് ഫാക്ടേഴ്സിനോട് ഓരോ ഓർഗാനിസവും എങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ, അതാണ് അടുത്ത ടോപ്പിക്ക്. റെസ്പോൺസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഡിഫറെൻറ്റ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ ഓരോ ഓർഗാനിസവും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടേതായ രീതിയിൽ. സോ നമുക്കറിയാം ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒന്നല്ല ഈ അബയോട്ടിക് ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലേസ് ടു പ്ലേസ്, ഓരോ പ്ലേസിൽ നിന്ന് ഓരോ വേറെ പ്ലേസിലേക്ക് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ സീസണിലും അത് വേരി ചെയ്തിരിക്കും. സോ ഒരുപാട് വേരിയേഷൻസ് ഈ അബയോട്ടിക് ഫാക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ വേരി ചെയ്യുന്ന ഈ അബയോട്ടിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാബിറ്ററ്റുകൾ ഇതുപോലെ വേരി ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഓരോ ഓർഗാനിസവും ഈ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റൽ അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് അവർ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യണത്, എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യണത് ഈ പറഞ്ഞ ചേഞ്ചിങ് ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സായിട്ട്. അങ്ങനെ ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഓർഗാനിസത്തിനും അതൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻസാണ്. ഇങ്ങനത്തെ ഒരു ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ വേരിയിങ് ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്. സോ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും ഓരോ ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ അവർ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓർഗാനിസംസ് നമുക്കറിയാം ഈ ഭൂമുഖത്തുണ്ട്. സോ ഓവർ ദ കോഴ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ്, ഈ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഈ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ എക്സിസ്റ്റൻസിൽ നിന്ന് ഓരോ സ്പീഷീസ് ഓഫ് ഓർഗാനിസം അവരുടേതായ രീതിയിൽ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ബോഡിയുടെ ഉള്ളിൽ തന്നെ വിത്തിൻ ദ ബോഡി തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അവർ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ്, സോ അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ അവരുടേതായ രീതിയിൽ ഒരു റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതായത് വിത്തിൻ ദ ബോഡിയുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെക്കാനിസംസ് ഈ സ്പീഷീസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് കാലക്രമേണ ത്രൂ ഇവല്യൂഷൻ. സോ ഈ പ്രോസസ്സിലൂടെ ഈ പറഞ്ഞ ഇവോൾവ് ചെയ്ത ആ മെക്കാനിസത്തിലൂടെ ആ ഓരോ ഓർഗാനിസത്തിനും മാക്സിമം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അവർ നേടിയെടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മെനി സ്പീഷീസ് ഹാവ് ഇവോൾവ്, ഒരുപാട് സ്പീഷീസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. എ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ വിത്തിൻ ദ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അവർ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത്രയും നാളത്തെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട്. സോ ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പെർമിറ്റ് ചെയ്യുന്നു. എന്തിന് പെർമിറ്റ് ചെയ്യുന്നു? ബയോകെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഓരോ ഓർഗാനിസത്തിനും അവരുടേതായ ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നടക്കാൻ വേണ്ടിയിട്ട് ഈ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അവരെ പെർമിറ്റ് ചെയ്യുന്നു. അതുവഴി അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. എന്ത്? മാക്സിമം എഫിഷ്യൻസി. ഈ പറഞ്ഞ ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലാണ് അവർക്ക് നടക്കുന്നത്. അതുവഴി അവർക്ക് മാക്സിമം എഫിഷ്യൻസി ഓരോ സ്പീഷീസിനും കൈവരിക്കാനും അതുവഴി എൻഹാൻസ് ഓവറോൾ ഫിറ്റ്നസ് ഓഫ് ദ സ്പീഷീസ്, അങ്ങനെ ഒരു സ്പീഷീസിന് അതിൻ്റെ ഓവറോൾ ഫിറ്റ്നസ് കൈവരിക്കാനും സാധിക്കുന്നു. സോ ഈ അബയോട്ടിക് ഫാക്ടേഴ്സിനെ അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഈ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ്. സോ ഓരോ ഓർഗാനിസം ഇവോൾവ് ചെയ്ത് വന്ന അവരുടേതായ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അവരെ പ്രോപ്പറായിട്ടുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നടത്താനായിട്ട് സഹായിക്കുന്നു. അതുവഴി അവർക്ക് മാക്സിമം എഫിഷ്യൻസി കൈവരിക്കാൻ പറ്റുന്നു. അതുമൂലം ഓരോ സ്പീഷീസിനും അവർക്ക് ഓവറോൾ ഫിറ്റ്നസ്സും നേടാൻ സാധിക്കുന്നു. സോ ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻസി ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടേംസ് പറയുകയാണെങ്കിൽ ആ കോൺസ്റ്റൻസി എന്ന് പറയുന്നതിൻ്റെ ടേം
ഒപ്റ്റിമം ടെമ്പറേച്ചറാണ്. സോ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം ഒരു ഓർഗാനിസത്തിന് ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നേടിയെടുക്കണമെങ്കിൽ. സോ അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതുപോലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്, ഇതാണ് കോൺസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ നടക്കുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർക്കൊരു ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഒക്കെ നടന്ന് അതുവഴി അവർക്ക് മാക്സിമം എഫിഷ്യൻ്റായി ഓവറോൾ ഫിറ്റ്നസ് ഓഫ് ദ സ്പീഷീസ് നേടാൻ സാധിക്കുന്നത്. സോ ഈ പറഞ്ഞ ഇതിന് എങ്ങനെയിരുന്നാലും ഈ പുറത്തത്തെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏത് തരത്തിൽ മാറിയാലും ഓരോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു, അവരുടേതായ ഒരു കോൺസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിത്തിൻ ദ ബോഡി അവർ നോക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. സോ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ കോൺസ്റ്റൻസി ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. സോ ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. സോ വിത്തിൻ ദ ബോഡി ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ഹോമിയോസ്റ്റാസിസ്. സോ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻസി ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. സോ വിത്തിൻ ദ ബോഡി ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് അഥവാ സന്തുലനം എന്ന് പറഞ്ഞു. ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കാനായിട്ട് ഓരോ ഓർഗാനിസവും ശ്രമിക്കുന്നു. സോ ആ സന്തുലിതാവസ്ഥയാണ് ഈ ഓരോ ഓർഗാനിസത്തിനെയും അവർക്ക് അവരുടേതായൊരു ഡാമേജ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് അവർക്കൊരു ഡാമേജ് വരാതെ കാത്തു സംരക്ഷിക്കുന്നത് അവർ നടത്തുന്ന ഈ ഹോമിയോസ്റ്റാസിസ് അഥവാ സന്തുലനം എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ്. സോ നമുക്കതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ, ഉപമ പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ സപ്പോസ് എ പേഴ്സൺ ഈസ് ഏബിൾ ടു പെർഫോം ഹിസ് ഓർ ഹെർ ബെസ്റ്റ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ആ ടെമ്പറേച്ചർ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ആ വ്യക്തിക്ക് ഈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയിലെ ഏറ്റവും നല്ല രീതിയിൽ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. സോ ആ വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 25 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും നന്നായിട്ട് ആ വ്യക്തിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഒരുപക്ഷെ ഔട്ട്സൈഡ് ഭയങ്കര സ്ക്രോച്ചിങ്ലി ഹോട്ട്, അത്രമാത്രം ചൂടാണെങ്കിലും, അല്ലെങ്കിൽ ഫ്രീസിംഗ്ലി കോൾഡ്, അത്രയ്ക്ക് തണുപ്പാണെങ്കിലും, സോ എക്സ്ട്രീം ഹോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ആണെങ്കിൽ കൂടിയും ആ വ്യക്തി ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പക്ഷേ ഈ പറഞ്ഞ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ അച്ചീവ് ചെയ്യുന്നത് മേ ബി വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കാറിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിലായിരിക്കാം. അത് ഏതെങ്കിലും ഒരു തരത്തിൽ അവർ എപ്പോഴും ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, അവർ ട്രാവൽ ചെയ്യുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാണെങ്കിലും അവരെന്ത് ചെയ്യും? അവർ ഒരു എയർ കണ്ടീഷണർ യൂസ് ചെയ്യും. സമ്മറിലാണെങ്കിൽ ഈ ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് ഒരു എയർ കണ്ടീഷണർ യൂസ് ചെയ്യും. അതേസമയം വിൻ്ററിലാണെങ്കിൽ ഇതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഹീറ്റർ യൂസ് ചെയ്യും. സോ സമ്മറിലാണെങ്കിൽ എയർ കണ്ടീഷണർ ഉപയോഗിച്ചുകൊണ്ടും വിൻ്ററിലാണെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ടും ഒരു ഒപ്റ്റിമം 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ വ്യക്തി എപ്പോഴും നോക്കും. സോ എന്നാൽ മാത്രമേ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഏറ്റവും നല്ല പെർഫോമൻസും തരാൻ പറ്റുന്നത് ഈ ടെമ്പറേച്ചറിലാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഐദർ വിൻ്ററിലാണെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്തിട്ട്, അതുപോലെ സമ്മറിലാണെങ്കിൽ എയർ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും.
സോ എങ്ങനെയാണെങ്കിൽ മാക്സിമം പെർഫോമൻസ് ഔട്ട്സൈഡ് എത്ര ചൂടുണ്ടായിക്കോട്ടെ എത്ര തണുപ്പുണ്ടായിക്കോട്ടെ അതിന് വിപരീതമായിട്ട് ഇറസ്പെക്റ്റീവായിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ 25 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾക്ക് പേരെന്താ ഹോമിയോസ്റ്റാസിസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഉപമ അല്ലെങ്കിൽ എക്സാമ്പിളിൽ ഇവിടെ ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്തത് ഫിസിയോളജിക്കലി അല്ല. സോ ഫിസിയോളജിക്കലി ഇൻറ്റേർണലി അങ്ങനത്തെ ഒരു മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ അല്ല ഇവിടെ നടന്നത്. ഇവിടെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ. അതാണ് നമ്മൾ പറഞ്ഞ എയർ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്തിട്ടോ ആർട്ടിഫിഷ്യൽ മീൻസിലാണ് ഇവിടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വെച്ചാൽ ഒരു കോൺസ്റ്റൻസി ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഹോമിയോസ്റ്റാസിസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് സന്തുലനാവസ്ഥ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ മെത്തേഡിലൂടെയാണ്, അല്ല ഫിസിയോളജിക്കലിലൂടെ മെക്കാനിസത്തിലൂടെ അല്ല. സോ ഇതുപോലെ ഓരോ ഡിഫറെൻറ്റ് മെക്കാനിസത്തിലൂടെയാണ് ഓരോ ഓർഗാനിസും ഇതുപോലത്തെ ഡിഫറെൻറ്റ് അബയോട്ടിക് കണ്ടീഷൻസുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഓരോ ലിവിങ് ഓർഗാനിസും ഇതുപോലത്തെ ഡിഫറെൻറ്റ് വേരിയിങ് ആയിട്ടുള്ള ഹാബിറ്റിൽ അവരെങ്ങനെയാണ് ഇതുപോലത്തെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിനെ കോപ്പപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പോസിബിലിറ്റീസ് ഓരോ ഓർഗാനിസത്തിനുമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.